الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഈ അനുഗ്രഹീതമായ രാപ്പകലുകളെ അനുകൂലമാകുന്ന രൂപത്തിൽ നന്മകൾ കൊണ്ട് സജീവമാകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗവും മറ്റു മാനസിക സാമ്പത്തിക പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫയും ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യദിനങ്ങൾക്ക് കാത്തു നിൽക്കാതെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾക്ക് വിശാലത നൽകുമാറാകട്ടെ. തൗഹീദിലായി ജീവിക്കാനും തൗഹീദിലായി മരിക്കാനും അല്ലാഹു നമ്മെ എല്ലാം തുണക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ അനുഗ്രഹീതമായി റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നാം ഏറ്റവും കൂടുതൽ നമ്മുടെ കർമ്മങ്ങളിൽ മാറ്റം വരുത്തിയ വിഷയം എന്താണ് എന്ന് പരിശോധിച്ചാൽ പല കാര്യങ്ങളിൽ ഒന്ന് ഖുർആനിലേക്ക് കുറച്ചുകൂടി ഒരു അടുപ്പവും
ഖുർആൻ പാരായണം ചെയ്യാനുള്ള കുറച്ചുകൂടി സജീവമായ ഒരു ശ്രദ്ധയും ഖുർആനിനോടൊരു ഇഷ്ടവുമൊക്കെ കഴിഞ്ഞ രാപ്പകലുകളിൽ നമ്മളിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു അത് നമ്മിൽ നിലനിർത്തുമാറാകട്ടെ. നാം ഖുർആനിന്റെ മാസത്തിൽ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു ഖുർആൻ ഇറക്കിയ മാസം എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ കഴിയുന്നത് കൊണ്ട് തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഇന്ന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച 6200 ചില്ലാനം വരുന്ന വചനങ്ങളിലെ ഇന്നിന്ന ആയത്തുകളൊക്കെ, ഇന്ന ഒരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറയാൻ സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധനക്കാണ് ഈ അനുഗ്രഹീതമായ ഖുർആനിന്റെ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ മാസം എന്ന നിലക്ക് ഖുർആനിലൂടെ ഒരല്പം യാത്ര പോകാനാണ് ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധ റമളാനിൽ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ട്. നാം എന്തുകൊണ്ട് ഇത്ര സജീവമായി ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് യഥേഷ്ടം കഴിക്കാൻ ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടും നമ്മുടെ ഇണ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും നമ്മൾ തൽക്കാലത്തേക്ക് എന്തുകൊണ്ട് മറക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യവും ഉത്തരവും അല്ലാഹു ഒരുക്കി വെച്ച അനുഗ്രഹ സമ്പൂർണമായ ആ സ്വർഗം അത് ലഭിക്കണമെന്നതാണ് നമ്മുടെ ആഗ്രഹം. അല്ലാഹു അതിനെ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയ ഓരോരുത്തരോടും, ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട്, മുതിർന്നവരോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് ഇന്ന് പറയുന്ന ആയത്തുകൾ ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വലിയ ഹദീസിന്റെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഉൻസിലത് അലയ്യ അശ്റു ആയാത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 10 ആയത്തുകൾ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മൻ അഖാമഹുന്ന ദഖലൽ ജന്ന, ആ 10 ആയത്തുകൾ ആര് പറഞ്ഞ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നോ അവന് തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ ഖറഅ അലൈനാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 10 ആയത്തുകൾ ഞങ്ങൾക്ക് ഓതി തന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ഹത്താ ഖതമൽ അശ്റ ആയാത്തിൻ, സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ ആ 10 ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഓതി തന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ 10 ആയത്ത് മര്യാദക്ക് കൊണ്ടു നടക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ച ഈ മാസത്തിൽ ഈ 10 ആയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون قد أفلح المؤمنون, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇവിടെ ഖദ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണെന്നാണ്. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള വിശ്വാസികളാണ്? الذين هم في صلاتهم خاشعون, അവർ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തി കാണിക്കുന്നവരാണ്. സഹോദരങ്ങളെ, കുറച്ചുകൂടിയൊക്കെ ജമാഅത്ത് ശ്രദ്ധിക്കുന്ന, കുറച്ചുകൂടിയൊക്കെ നിസ്കാരത്തിൽ സജീവമായ ദിവസങ്ങളിലാണല്ലോ നമ്മൾ ഉള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഭക്തിയുള്ള നിസ്കാരമാണോ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ വിശുദ്ധ റമളാനിൽ നിസ്കരിക്കുമ്പോൾ പോലും കച്ചവടത്തിന്റെ തിരക്കും ദുനിയാവിന്റെ കാര്യങ്ങളും നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, ഞാനും എന്റെ റബ്ബും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ബോധ്യത്തിൽ, ഒരു ഭക്തിയോടുകൂടി ദുനിയാവിന്റെ ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരമാണോ സഹോദരങ്ങളെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട്. ആരാണവർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ,
തങ്ങളുടെ നിസ്കാരത്തിൽ സാഹൂൻ, അശ്രദ്ധമായവരും, അല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരും. അങ്ങനെയാണോ നമ്മുടെ നിസ്കാരം? ഒരു അശ്രദ്ധമായി ഞാൻ പടച്ചോന്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്ത, ഭക്തിയില്ലാത്തൊരു നിസ്കാരമാണോ സഹോദരങ്ങളെ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ഈ റമദാനിലേത് മാത്രമല്ല, അല്ലാത്ത സമയത്തും നിസ്കരിക്കുന്നതൊക്കെ അള്ളാനെ പേടിച്ചും പടച്ചോൻ എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ബോധ്യത്തോടു കൂടിയും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി നിസ്കരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. രണ്ടാമത് അള്ളാഹു പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവരാണവർ. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ, നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും സർക്കാരുകൾ സോഷ്യൽ മീഡിയ എത്രത്തോളം മനുഷ്യനെ അപകടപ്പെടുത്തുന്നു എന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും അതിന് കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സമിതികളും അതിനുവേണ്ട ചിന്തകളും ആലോചനകളും ഒക്കെ ഉണ്ടാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഒരു കാലത്ത് അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ കയ്യിലുള്ള ഫോണിൽ പോലും ഉണ്ട് അനാവശ്യം. എത്രത്തോളം ചോദിച്ചാൽ ഈ പുണ്യദിനങ്ങളിൽ പോലും ചില ആളുകൾ ചില ട്രെൻഡുകൾ സെറ്റ് ചെയ്യാൻ, ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വാട്സപ്പിൽ ചില ഗ്രൂപ്പുകൾ, എന്താ ഗ്രൂപ്പ്? മന്തിയുള്ള പള്ളി, ഒരു ഗ്രൂപ്പാണ്. എന്നിട്ട് അതിൽ ചെറുപ്പക്കാർ ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിൽ ഓരോരുത്തരും തങ്ങളുടെ പരിസരത്ത് നോമ്പ് തുറക്ക് വലിയ ഭക്ഷണവും മറ്റും സജ്ജീകരിച്ച പള്ളികളുടെ ലിസ്റ്റ് ഇടുക. എന്നിട്ട് ബൈക്കെടുത്ത് വണ്ടിയെടുത്ത് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ലക്ഷറി ഇഫ്താറുകൾ സെറ്റ് ചെയ്യുക. 600 രൂപയും 700 രൂപയും ഒക്കെ പെർ ഹെഡ് വാങ്ങി വലിയ വലിയ ഇഫ്താറുകൾ സെറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വ്ളോഗർമാര് വന്ന് അതിന്റെ പരസ്യം കൊടുക്കുക. സഹോദരങ്ങളെ, എത്രത്തോളമാണ് നമ്മൾ കെണിയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എത്രത്തോളമാണ് നമ്മൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവിടെ അല്ലാഹുവിന്റെ ആയത്ത് നോക്കൂ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. എല്ലാ അനാവശ്യ കാര്യങ്ങളും, അനാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ കൊടുത്തത് ശിർക്ക് മുതൽ, തിന്മകൾ മുതൽ, അവനാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരെ മാറ്റിവെക്കുന്ന ആളുകൾ. ശിർക്കിന്ന് വിട്ടു നിൽക്കണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അവനവൻ ആവശ്യമില്ലാത്ത പരലോകത്തും ഇഹലോകത്തും തനിക്ക് ഒരു ഗുണം ചെയ്യാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവനാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. നമ്മുടെ സഹോദരങ്ങൾ, ഈ ട്രെൻഡിന്റെ ഒക്കെ പിറകെ പോയി 4 ആയത്ത് ഓതേണ്ട സമയം ചോറുള്ള പള്ളി തേടി ബൈക്കെടുത്ത് യാത്ര പോകുന്നവൻ എന്തു റമദാനാണുള്ളത്? അതുകൊണ്ട് ഖുർആൻ ഓതിപ്പോകുമ്പോ ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്ത് നിർവഹിക്കുന്നവർ, അഥവാ കണക്ക് നോക്കി കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കുന്നവർ. സഹോദരങ്ങളെ, കണക്ക് നോക്കിയോ? റമദാൻ സക്കാത്തിന്റെ മാസമല്ലെങ്കിലും നമ്മുടെ നാടുകളിൽ പൊതുവെ റമദാനിന്റെ ആ പുണ്യം കൂടി കിട്ടാൻ നമ്മൾ അവിടെയാണ് കണക്ക് നോക്കി കൊടുക്കാറുള്ളത്. ഈ ഇരിക്കുന്ന നമ്മൾ എത്ര ആള് നമ്മുടെ സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ടുണ്ട്? ഒരു 2.5% എന്റെ അത്യാവശ്യങ്ങൾ കഴിച്ച് ഞാൻ കൊടുക്കേണ്ടത് കൊടുത്താലേ എന്റെ 97.5 ഹലാലാവുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി കണക്ക് നോക്കാൻ, സക്കാത്ത് കൊടുക്കേണ്ട വിധം കൊടുക്കാൻ, അത് അർഹരിലേക്ക് കിട്ടേണ്ട സംവിധാനങ്ങൾ ഏൽപ്പിക്കാനൊക്കെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹറാമിലൂടെയാണ് നമ്മൾ ഈ റമദാനിലും കടന്നു പോകുന്നതെങ്കിൽ, കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതെ അത് കടമാക്കി വെച്ച ആ ഹറാമിലൂടെയാണ് ഈ റമദാനിലും നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഏതു തേട്ടമാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക? അതുകൊണ്ട് കൊടുക്കേണ്ടത് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണം. അതെന്ത് വേണമെന്നറിയോ? തിരിച്ചു കിട്ടുമെന്ന് ബോധ്യമുള്ളവന് മാത്രമേ എന്തെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഈത്തപ്പഴത്തോളം നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ സ്വതക കൊടുത്താലും പടച്ചറപ്പ് ഒരു കുതിരക്കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ച് പർവ്വത സമാനമായി നിങ്ങൾക്കത് തിരിച്ചു തരും എന്ന അള്ളാന്റെ വാക്കാണ്.
എത്ര ആഴ്ച, ഞാൻ കുറ്റപ്പെടുത്തല്ല സഹോദരങ്ങളെ, റമദാനിന്റെ ആദ്യത്തെ ആഴ്ചയിൽ എത്ര ആഴ്ച നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കളക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്കൊരു തൗഫീഖ് ഉണ്ടായോ കൊടുക്കാൻ? അതുണ്ടാകുക കണ്ണടച്ചാൽ പെരുന്ന ലോകത്ത് അത് പടച്ചോൻ എനിക്ക് തിരിച്ചു തരും എന്ന ചിന്തയുള്ളവന് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. സഹോദരങ്ങൾ, ഇപ്പോഴും നമ്മൾ ഏകദേശം 11 ലക്ഷം രൂപ കടമാണ് ഇന്ന് സ്വസ്ഥമായി നമ്മൾ വുളൂ ചെയ്ത ഒരു തടസ്സമല്ലാതെ നമ്മൾ ഉപയോഗിച്ച സംവിധാനങ്ങൾക്ക് ഏകദേശം 11 ലക്ഷം രൂപ കടത്തിലാണ്. ഇത് റമദാനാണ്, ആദ്യത്തെ വെള്ളിയാണ്. ദിവസങ്ങളുടെ നേതാവായ വെള്ളിയും മാസങ്ങളുടെ നേതാവായ റമദാനും ഒത്തുകൂടിയ സമയമാണ്. ഇന്നത്തെ സ്വതക്കയിൽ നമുക്ക് അത്ഭുതങ്ങൾ തീർക്കാൻ സാധിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. തങ്ങളുടെ ലൈംഗികാവയവത്തെ, സ്വകാര്യതയെ കാത്തു സൂക്ഷിക്കുന്നവർ, അർഹമായ ഹലാലായ സ്വന്തം ഇണയിലൂടെ അല്ലാതെ തന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കാത്തവർ, അവരാണ് വിജയിച്ചവരെന്ന്. സഹോദരങ്ങൾ, ഈ അനുഗ്രഹീത ദിവസങ്ങളിൽ പരിസരത്തെ സർവ്വം മറന്ന് സ്വന്തം മനസ്സിലേക്ക് മാത്രമൊന്ന് ചിന്തകളെ കൊണ്ടുപോയി നോക്കൂ. ഈ ആയത്ത് ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? മനസ്സും ശരീരവും ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊക്കെയും സ്വന്തം ഇണയിലൂടെ മാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ ഈ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയിൽ ഒത്തുകൂടിയ വിശ്വാസികളെ, നമുക്ക് മനസ്സിന് ഈമാന്റെ ഉറപ്പുണ്ടെന്ന് പറയാൻ, ഒരു ചാറ്റിംഗ് പോലും ഞാൻ നടത്തിയിട്ടില്ലെന്ന് പറയാൻ, ഒരു അനാവശ്യമായ സൈറ്റിലെ കാഴ്ചകൾ എന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് പറയാൻ, എന്തിനധികം സഹോദരങ്ങളെ, ഈ ആയത്ത് വെച്ചിട്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, ഒരാൾ സ്വന്തം കൈകൊണ്ട്, ഒരു ഇണയില്ലാതെ സ്വന്തം കൈകൊണ്ട് സ്വന്തം ലൈംഗികമായ ദാഹം പൂർത്തിയാക്കുന്നത് പോലും ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്ത് തെളിവ് പറഞ്ഞുകൊണ്ട്. പറയാൻ പറ്റുമോ നമുക്ക്? ഒരു കേവലം ഒരു ബാത്റൂമിന്റെ അകത്തും പുറത്തും രണ്ടു തരം സ്വഭാവമല്ല എനിക്കുള്ളത് എന്ന് പറയാൻ നമുക്ക് സാധിക്കോ? ചെറുപ്പക്കാരെ, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വല്ലദീനഹും ലിയമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. തങ്ങളുടെ കരാറുകളും അമാനത്തുകളും കൃത്യമായി പാലിക്കുന്നവർ, ഏൽപ്പിക്കപ്പെട്ട എല്ലാ അമാനത്തും കൃത്യമായി നിർവഹിക്കുന്നവർ. ഭാര്യ അമാനത്താണ്, അള്ളാഹു തന്ന മക്കൾ അമാനത്താണ്. സഹോദരങ്ങളെ, ആ അമാനത്ത് പാലിക്കാൻ പറ്റുമോ? ജോലി അമാനത്താണ്. നമ്മൾ ജോലി കേൾപ്പിച്ചവൻ പറഞ്ഞ സമയത്ത് ജോലി ചെയ്തോ നമ്മൾ? അതോ ഫോണിന്റെ സ്ക്രീനിൽ നമ്മൾ മറ്റു വിനോദങ്ങൾ കണ്ട് ജോലിയിൽ നമ്മൾ വീഴ്ച വരുത്തിയോ? അമാനത്തിലാണ് നമ്മൾ വീഴ്ച വരുത്തിയത്. സംഘടനാപരമായും അല്ലാതെയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഭാരവാഹിത്വങ്ങളും അമാനത്താണ്. എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികളെ, അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച, ഈ നാട് നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, അമാനത്താണത്. ആ അമാനത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചോ? മുനാഫിഖിന്റെ അടയാളം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദത കദബ, സംസാരിച്ചാൽ അവൻ കളവ് പറയും, വൈദാ വഅദ ഖലഫ, വാക്കു പറഞ്ഞാൽ ലംഘിക്കും, വൈദാ ഉത്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. ആ കപടനാണോ നമ്മൾ? അതല്ല സ്വർഗം കിട്ടുന്ന വിശ്വാസിയാണോ നമ്മൾ? പരിശോധിക്കണം. വീണ്ടും അല്ലാഹു പറഞ്ഞു, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ആദ്യം പറഞ്ഞത് നിസ്കാരാണ്, അവസാനിക്കുമ്പോൾ പറഞ്ഞതും അവരവരുടെ നിസ്കാരത്തിൽ കൃത്യമായ നിസ്കാരം അനുഷ്ഠിക്കുന്നവരാണ്. എന്താ കൃത്യമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ? സമയം പാലിച്ച് ഉളുവെടുക്കേണ്ട രൂപത്തിൽ ഉളുവെടുത്ത് ചെയ്യേണ്ട രൂപത്തിൽ നിസ്കാരം ചെയ്യുന്നവർ. ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ടോ സഹോദരങ്ങളെ? റമദാനിലും നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾക്കെങ്കിലും ഇശാ നിസ്കാരത്തെക്കാളും ഭക്തി തറാവീഹിന്റെ കാര്യത്തിലാണ്, അല്ലെ? ഇശാ നിസ്കാരത്തിന് എത്താത്തവർ തറാവീഹിന് എത്താനാണ് ശ്രമിക്കുന്നത്. സഹോദരനെ, ഫറള് കഴിഞ്ഞിട്ടേ സുന്നത്തുള്ളൂ, ഫറള് കഴിഞ്ഞിട്ടേ സുന്നത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹു പറഞ്ഞു, എന്റെ അടിമ ഫറളിലൂടെ എന്നിലേക്ക് അടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. 11 റക്അത്ത് തറാവീഹിനേക്കാൾ ശ്രേഷ്ഠം 4 റക്അത്ത് ഇശാ തന്നെയാണ്. പക്ഷെ ആ ഇശാ തറാവീഹിനെത്താനുള്ള ഒരുക്കത്തിന്റെ ഇടയിൽ ഇശാ നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം.
മഗ്രിബിന്റെ ജമാഅത്ത്, നോമ്പ് തുറയുടെ പേര് പറഞ്ഞ് പള്ളിയിൽ നമ്മൾ ഉണ്ടോ? വീട്ടിൽ ഭാര്യയുടെ കൂടെ ഇരുന്ന് നോമ്പ് മുറിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം അള്ളാഹുവിന്റെ പള്ളിയിൽ നടക്കുന്ന മഗ്രിബിന്റെ ജമാഅത്താണ്. ആ ജമാഅത്ത് നമുക്ക് റമദാനിൽ കിട്ടുന്നുണ്ടോ? നിസ്കാരത്തിൽ, സമയത്തിന്റെ കാര്യത്തിൽ ഭക്തിയോടുകൂടി ശ്രദ്ധിക്കുന്ന ആളുകൾ. ഇതൊക്കെ എണ്ണിപ്പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക ഹുമുൽ വാരിഥൂൻ അല്ലദീന യരിഥൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. ഈ എണ്ണിപ്പറഞ്ഞ മനുഷ്യരുണ്ടല്ലോ, ഈ സ്വഭാവമുള്ളവരുണ്ടല്ലോ, ഉലൈക ഹുമുൽ വാരിഥൂൻ, അവരാണ് അനന്തരമെടുക്കുന്ന ആളുകൾ. എന്തിനെയാണ് അവർ അനന്തരമെടുക്കുക? അല്ലദീന യരിഥൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികളാണിവർ. അവരതിൽ സ്ഥിരവാസികളാണ്. സ്വർഗം കിട്ടാൻ നോമ്പെടുക്കുന്നവരെ, സ്വർഗം കിട്ടാൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ, സ്വർഗം കിട്ടാൻ നന്മകളിൽ മുഴുകുന്നവരെ, ആ സ്വർഗം കിട്ടുമെന്ന് അല്ലാഹുവും റസൂലും ഉറപ്പു തന്ന 10 വചനങ്ങളാണ് ഞാൻ നിങ്ങൾ ഓതിക്കേൾപ്പിച്ചത്. ആ വചനങ്ങളിൽ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദിവസമാണ്, മാസമാണിത്. നിസ്കാരം സജീവമാകാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അനാവശ്യ കാഴ്ചകൾ ഒഴിവാക്കാൻ, ഭാര്യയോടും മക്കളോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ, എല്ലാറ്റിനും പറ്റിയ ഒരു മാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഖുർആൻ കേവലം ഓതിപ്പോകുന്നതിനപ്പുറം ഖുർആനിന്റെ ഇത്തരം പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറെ അനുഗ്രഹീതമായ ഈ ഒരു മാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നന്മകളിൽ സജീവമാകാൻ ഈ റമദാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഖുർആൻ പാരായണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ തുടക്കം തന്നെ ഖുർആൻ പൂർത്തിയാക്കുമെന്ന സൂചന നമുക്ക് തരുന്നുണ്ടോ? അതല്ല ഇനിയും തുടങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഖുർആനിൽ നമ്മൾ സജീവമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന്റെ പഠനത്തിൽ കുറച്ചുകൂടിയൊക്കെ ഒരു സജീവത നമ്മൾ കാണിക്കണം. അതോടൊപ്പം ഒരുപാട് നന്മയുടെ അവസരങ്ങൾ ഇവിടെ നമുക്ക് റമദാനിലുണ്ട്. ഒരുപാട് ആഴ്ചകൾ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ റമദാൻ കിറ്റിന്റെ കാര്യം. നമ്മുടെ ഈ ഒരു പള്ളിയുടെയും സംവിധാനത്തിന്റെയും ചരിത്രത്തിൽ ഇത്ര കുറഞ്ഞ റമദാൻ കിറ്റുകൾ കിട്ടിയ ഒരു സമയമില്ല. ഒരുപാട് കുടുംബങ്ങൾ നോമ്പ് തുറക്ക് വകയില്ലാതെ കാത്തിരിക്കുമ്പോൾ സഹോദരങ്ങൾ, ആ റമദാൻ കിറ്റ് ഇന്നോ നാളെയോ ആയി നമ്മുടെ ഓഹരി കൊടുത്ത് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ പള്ളി നിർമ്മാണത്തിന്റെ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി. 11 ലക്ഷം രൂപയോളം ഏകദേശം കടമായിട്ടാണ് നമ്മൾ ആ വർക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ റമദാനിലെ കളക്ഷനിൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയണം. സഹോദരിമാരെന്നെ കേൾക്കുന്നവരുണ്ട്, പൊന്നുമായി ബന്ധപ്പെട്ട അതിന്റെ വിലയുടെ കാര്യത്തിലൊക്കെ സജീവമാണ് നമ്മുടെ നാട്ടിലെ ചർച്ച. ഒരു തരി പൊന്നുണ്ടെങ്കിൽ ഒരു ഉംറ ചെയ്യാൻ പറ്റുന്ന, ഒരു തരി പൊന്നു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ പള്ളിയുടെ സർവ്വ പണിയും ഒരാൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഗോൾഡിന്റെ റേറ്റ് ഉയർന്നപ്പോ വാങ്ങണീനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ സഹോദരങ്ങളെ? കൊടുത്താലും കൂലി കൂടുതൽ വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണിത് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. സഹോദരിമാർ, ആ സ്വർണത്തിന്റെ സക്കാത്തും കൊടുത്തു വീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ നമ്മുടെ പൊന്നോമന മക്കൾ ഈദ് കിസ്വക്ക് വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ അതിന്റെ കളക്ഷൻ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ ആരംഭിക്കും. അതിൽ നമ്മൾ സജീവമാകുക. വരുന്ന 8-ാം തീയതി വിശുദ്ധ ഖുർആനിന്റെ പരീക്ഷ, ഖുർആൻ വിജ്ഞാന പരീക്ഷ നടക്കുകയാണ്. ഓൺലൈനിലാണ്. മുതിർന്ന ആളുകൾ മുതൽ ചെറിയ കുട്ടികൾ വരെ 5 കാറ്റഗറി ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതിൽ നമ്മൾ പേര് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ റമദാൻ പ്രഭാഷണം ലോഹർ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നടക്കും. അതിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചകളിൽ ജുമാ കഴിഞ്ഞ് അല്പനേരം നമ്മുടെ ക്ലാസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കുചേരുക. ഇങ്ങനെ നമുക്ക് കിട്ടിയ ഈ അവസരങ്ങളൊക്കെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി ഏറ്റവും സന്തോഷത്തോടു കൂടി റമദാനിനെ യാത്രയക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ.
ഈ വിശുദ്ധ ദിനരാത്രങ്ങളിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാസ്റ്ററിലെ ലത്തീഫ് സാഹിബ് അസുഖവും പ്രയാസമായിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയ്ക്ക് നമ്മുടെ കുടുംബങ്ങളിൽ, ബന്ധങ്ങളിലൊക്കെ രോഗവും മറ്റു പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചറബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام على المرسلين والحمد لله رب العالمين.